ഡോക്ടർ ബി അരവിന്ദ്, ഇപ്പോൾ നേരത്തെ ശ്രീ സജി പറഞ്ഞതുപോലെ തന്നെ ഉത്സവ സീസണിൽ തന്നെ ആനകൾക്ക് മദപ്പാടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പല ദിവസങ്ങളും അവർക്ക്, പ്രത്യേകിച്ച് ഈ 4 മാസ കാലയളവിൽ പല ദിവസങ്ങളും ഏകദേശം 2 മാസത്തോളം അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഈ ചൂടുകാലം അത് വലിയ തോതിൽ തന്നെ ആനകളെ സ്വാധീനിക്കുന്നുണ്ടോ? ഈ എഴുന്നള്ളത്ത് സമയത്ത്, പകൽ സമയത്ത് ഈ ചൂടേൽക്കുന്നതും രാത്രിയിൽ ദീർഘനേരം ആനകളെ നിർത്തുന്നതുമൊക്കെ തന്നെ ആനകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണത് ബാധിക്കുന്നത്? ആനകളുടെ സ്വഭാവത്തെയും അത് സ്വാധീനിക്കുമോ? ആനകൾക്കുള്ളൊരു വളരെ പ്രത്യേകമായൊരു കാര്യമാണ് ഈ മദപ്പാടെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മദപ്പാട് ഉള്ളതോ മദപ്പാടിന്റെ ലക്ഷണമുള്ള ഒരു ആനയെയും നമ്മൾ എഴുന്നള്ളിപ്പിന് ഒരു വെറ്ററിനറി ഡോക്ടർ ഫിറ്റ്നസ് കൊടുക്കാറില്ല. പിന്നെ മദപ്പാട് കാലഘട്ടത്തിൽ അതിനെ അതിനെ പ്രത്യേകം സെഗ്രിഗേറ്റ് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ്. ചില ആനകൾ മദപ്പാട് സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും മദപ്പാടിന്റെ ഉണ്ടാകുന്ന ആ സ്രവം അത് മറ്റ് ആനകളെ ഭയചകിതരാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നടക്കുന്ന ഒരു എഴുന്നള്ളിപ്പുകളിലും ഇത്തരം മദപ്പാടിലുള്ള ഒരു ആന വരുന്ന ഒരു പ്രശ്നമേ ഇല്ല. മദപ്പാടിന്റെ തുടക്കം എങ്ങാണമായാൽ അങ്ങനെ എങ്ങാണം സാന്ദർഭികമായി എത്തുന്നെങ്കിലേ ഉള്ളൂ. മറ്റൊന്ന്, നമ്മളുടെ ഇപ്പോഴത്തെ ചൂടും അതുകൊണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ ഉണ്ടാകുന്ന മൃഗത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഇപ്പോഴത്തെ ചൂട് മനുഷ്യർക്ക് എന്നതുപോലെ തന്നെ ആനകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും നമുക്ക് വളരെ തീക്ഷ്ണമായ ചൂടുള്ള സമയങ്ങളിലുള്ള ഇത്തരം മൃഗങ്ങളെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കൂടുതൽ സമയം നടക്കുന്ന രീതികൾ, കഴിഞ്ഞാൽ ടാറിട്ട റോഡിലും ഒക്കെ തന്നെ നടക്കുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ചാക്കൊക്കെ നനച്ച് അതൊക്കെ തന്നെയും ഉത്സവ കമ്മിറ്റികൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാര്യം തണുത്ത സമയങ്ങളിൽ മാത്രമേ ആനയെ കൊണ്ടുപോകാവൂ. പക്ഷേ എൻ്റെ ഒരു വെറ്റിനറി ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആന കാട്ടിൽ ഒരുപാട് നടക്കുന്ന ഒരു ജീവിയാണ്. പലപ്പോഴും നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആന നടക്കുന്ന അവസരങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആന കൂടുതൽ ലോറിയിൽ കയറിയാണ് ഫുൾ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തന്നെ അറിയില്ല, ഈ ആനകൾക്ക് ഈ ലോറിയിൽ കയറി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോക്ക് അബ്സോർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറവാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അതുകൊണ്ട് തന്നെ ആന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറി മാറി എഴുന്നള്ളിപ്പ് എടുക്കാനുള്ളൊരവസ്ഥ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ആനയുടെ ഡിമാൻഡ് കൂടുന്നു, നമ്മളുടെ ആനകളുടെ പ്രായം കൂടുന്നു. പ്രായം കൂടിയപ്പോൾ അതിനകത്ത് മരണനിരക്ക് കൂടുന്നു. മരണനിരക്ക് കൂടിയപ്പോൾ ആനകളുടെ എണ്ണം കുറഞ്ഞു. ആനകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള ആനകളുടെ വർക്ക് ലോഡ് കൂടുന്നു. അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ, രാജ്യത്ത് ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ, കേരളത്തിലെ വനം വകുപ്പിന്റെ ഒരു EP കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ബാക്കി മിക്കവാറും ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ട്രാൻസ്ഫർ പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിലെ വനം വകുപ്പ് അത് കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കോടതി ഇടപെടലുകൾ വന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരാളിപ്പോഴും ഒരു ആനയെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും വേണ്ട കാര്യങ്ങൾ, അയാൾ പഴയതുപോലെ അങ്ങനെ അല്ല. ഇപ്പൊ അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ആനത്തറി ഉണ്ടായിരിക്കണം, അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. അതുള്ളവർക്ക് മാത്രമേ ആനയെ വെക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കാവൂ. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഒരു വെറുതെ ആനയെ മൊത്തം, ഈ ആനകളെ ഒന്നും തന്നെ നമുക്ക് കൊണ്ട് ഫോറസ്റ്റിനെ ഏൽപ്പിച്ചെന്ന് വിചാരിച്ച് അതിന്റെ ഒന്നും ആരോഗ്യം ശരിയാകുമെന്ന് എൻ്റെ ഒരഭിപ്രായത്തിൽ അത് നോക്കാനും പറ്റില്ല, ഒരു സർക്കാരിന് താങ്ങാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇത്തരം ആനകളെ എല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള ആനകളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന രീതിയിൽ അത് പ്രാക്ടിക്കലായിട്ട്, കരുതിയ ഒരു ആന നിൽക്കുന്നതിന്റെ 15 മീറ്റർ ദൂരെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അമ്പലത്തിലും വെച്ചിട്ട് ഒരു പ്രോഗ്രാമും നടത്താൻ പറ്റത്തില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഒട്ടും നടത്താൻ പറ്റത്തില്ല. പക്ഷേ അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ലിമിറ്റ് ചെയ്ത് ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് അതിനകത്തുനിന്ന് ആനിമലിന് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ, സ്ട്രേഞ്ചേഴ്സ് കയറി വരാത്ത രീതിയിൽ റിസ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൾച്ചറും ഉണ്ടാവും, മൃഗങ്ങൾക്കും സന്തോഷമായിരിക്കും. നമ്മളുടെ ഇത്തരം യഥാർത്ഥത്തിൽ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഇനിയുള്ള തലമുറയ്ക്കും കൊടുക്കാൻ പറ്റും. അതല്ലാതെ ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക് മെഷീനിൽ ആനയുടെ ഒരു പടം അല്ലെന്നുണ്ടെങ്കിൽ ആനയുടെ ഒരു മോഡൽ ഉണ്ടാക്കി
കൊടുക്കുന്നതല്ല, ആയിരിക്കരുത് ഒരു നമ്മൾ ഈ ഇപ്പോൾ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു